സീക്രട്ട് എന്ന രഹസ്യ പുസ്തകത്തിൻ്റെ ഒരു പേജ് നമുക്ക് തുറന്നു നോക്കാം. കണ്ണടച്ച് എന്താ കിട്ടുന്നതെന്ന് നോക്കാമേ. നിങ്ങളുടെ ദിവസം മുൻകൂട്ടി സൃഷ്ടിക്കുക. അപ്പം ഞാനിതൊന്ന് വായിക്കട്ടെ. ഇന്ന് അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ തന്നെ ആകർഷണ തത്വം ഉപയോഗിച്ച് മുൻകൂറായി സൃഷ്ടിക്കാം. അപ്പോൾ ഞാൻ ബാക്കി വയ്ക്കാം. ഇന്ന് ഞാൻ സന്തോഷകരമായ ഒരു സന്ദർശനം അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു യാത്ര നടത്തും എന്ന് നിങ്ങൾ സ്വയം പറയുമ്പോൾ അശ്രാത്രത്തിൽ നിങ്ങൾ നിങ്ങളുടെ സന്ദർശനം അല്ലെങ്കിൽ യാത്ര സന്തോഷകരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനായി പ്രകൃതി ശക്തികളെ മുൻകൂട്ടി അയക്കുകയാണ്. അതായത് മനസ്സിലായോ? നമ്മളിപ്പം ഇന്ന് തീരുമാനിക്കുമല്ലോ നാളെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ഇപ്പം നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അതായത് യാത്ര പോകണം, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് പോകണം, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പ്രകൃതി എന്ത് ചെയ്യും? അത് മുൻകൂട്ടി കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും അതിനുള്ള കാര്യങ്ങൾ തരും. അതിനെയാണ് നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണം എന്ന് പറയുന്നത്. മുൻകൂട്ടി ചിന്തിക്കുമ്പോൾ നല്ലത് മാത്രമേ ചിന്തിക്കാവൂ. നിങ്ങളുടെ മനസ്സിൽ അസുഖകരമായ ചിന്തയോ ഭയമോ ഉണ്ടെങ്കിൽ, നിങ്ങൾ സന്തോഷകരമല്ലാത്ത എന്തോ ഒന്നിനെപ്പറ്റി ആശങ്കപ്പെടുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ സന്തോഷകരമല്ലാത്ത അനുഭവം ഒരുക്കാനായി അദൃശ്യ ശക്തികളെ നിങ്ങൾ മുൻകൂട്ടി അയക്കുകയാണ്. നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങൾ മുൻകൂട്ടി സംഘടിപ്പിച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കണമെന്നാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ആദ്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകത്തില്ല എന്തോ ഈ പറയുന്നതെന്ന്. പക്ഷേ ഇത് വായിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും നല്ല പുസ്തകമാണ് സീക്രട്ട് രഹസ്യം എന്ന് പറയുന്നത്. മലയാളത്തിൽ കിട്ടും. അപ്പോൾ നിങ്ങളിത് വായിച്ച് നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ നോക്കുക. അതായത് നല്ല ചിന്തകളെ നിങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുക. താങ്ക്